ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്ര സീരിയലിന്റെ ഇനി അടുത്ത ആഴ്ച നല്ല അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മേരിക്കുട്ടിയുടെ കൂടെ നമ്മുടെ വേദയും തേയില പറിക്കാൻ വേണ്ടി പോകുവാട്ടോ. അപ്പോ ആ മാക്സിയുടെ മോളിൽ കൂടി ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വേദ പോകുന്നത്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, ആഹാ അടിപൊളി വേഷം, ഇതിപ്പോ മോഡലാക്കാൻ കൊള്ളാം, അതെ കളിയാക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ മേരി പറയുന്നുണ്ട്, അതെ 10 ദിവസം കഴിയുമ്പോഴേക്കും എന്റെ പെണ്ണുമുള കറുത്ത് കരിവാളിച്ച് കോല് പോലെ ആയി പോയേ എന്ന് പറഞ്ഞ് കരയരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം പറയണ്ട, വേദ ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു സൺസ്ക്രീൻ വാങ്ങിത്തരാം എന്ന് പറയുമ്പോഴേക്കും വേദ പറയണ്ടേ, എങ്കിലും ഒരു കാര്യം, ലിപ്സ്റ്റിക്കും കൺമഷിയും പൊട്ടും എല്ലാം വാങ്ങിത്തന്നോ, അപ്പോ ഞാൻ പോണത് മോഡലിങ്ങിനാണല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, വേണ്ട വേദ ഈ പണിക്ക് പോകേണ്ടത്, ഞാൻ അതാ പറഞ്ഞത്, അതൊന്നും കുഴപ്പമില്ല വിക്രം എന്ന് പറയാണ്. ആ സമയത്താണ് വേദ ആ കാഴ്ച കാണുന്ന നമ്മുടെ അനിയൻകുട്ടൻ ആ ചായ എടുത്ത് പതുക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. വേദ പറയണ്ട്, വിക്രം ദേ നോക്കിക്കേ എന്ന് പറയുമ്പോ വിക്രവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയൻകുട്ടൻ ചായ എടുത്ത് കുടിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്ത ആഴ്ച കാണിക്കാൻ പോണത് നമ്മുടെ അനിയൻകുട്ടിയുടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ വിക്രത്തോട് സംസാരിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും ഇദ്ദേഹത്തിന് സംഭവിച്ചത്, എങ്ങനെയാണ് ഇദ്ദേഹം ഈ അവസ്ഥയിലായതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു കുമ്പസരിക്കാണ് വിക്രം. അത് താൻ ചെയ്ത കാര്യങ്ങൾ, താൻ ആരാണെന്നും താൻ എന്താണെന്നും താൻ ചെയ്ത കാര്യങ്ങളും അനിയൻകുട്ടൻ ആരാണെന്നും വേദ എങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് വന്നേന്നും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫാദറിനോട് തുറന്നു പറയാണ് വിക്രം. അതുകൊണ്ട് തന്നെ വേദയെടുത്തും വിക്രത്തോടും അനിയൻകുട്ടനോടും നമ്മുടെ ഫാദറിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രത്തോട് പറയണ്ട, അനിയൻകുട്ടന് പൂർണ്ണമായിട്ടും സുഖപ്പെടും, അത് എന്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ അനിയൻകുട്ടനെ ചെയ്തു കൊടുക്കാണ്, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്. അപ്പൊ അനിയൻകുട്ടനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു കേട്ടോ. 2-3 ദിവസം കഴിയുമ്പോഴേക്കും മന്നത്ത് പോയിട്ട് തേയില പറിച്ചുകൊണ്ടായിരിക്കണം വേദക്ക് നല്ല പനി വരുവാണ്. വിക്രം തോട്ടത്തില് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നോക്കുമ്പോ വേദ നല്ല കിടന്നിങ്ങനെ നല്ല ഉറക്കുവാട്ടോ. വേദ വേദ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വേദ എഴുന്നേക്കുന്നില്ല. പെട്ടെന്നാണ് വിക്രം തൊട്ട് നോക്കുമ്പോ പൊള്ളുന്ന പനിയുണ്ട് വേദക്ക്. അയ്യോ നല്ല പനിയുണ്ടല്ലോ, എടോ ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ടെന്നേ, കുഴപ്പമൊന്നുമില്ല, മേരി ചേച്ചി ടാബ്ലറ്റ് തന്നിരുന്നു, അത് ഞാൻ കഴിച്ചു, എന്നാലും താൻ ഇങ്ങനെ ആയല്ലോടോ, ഞാൻ പറഞ്ഞതല്ലേ ജോലിക്കൊന്നും പോകണ്ടെന്ന്. കുഴപ്പമില്ല വിക്രം, ചെറിയൊരു പനിയല്ലേ, പനി വരാത്ത മനുഷ്യരുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ തനിക്ക് നല്ലൊരു കാപ്പി ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേദക്ക് കാപ്പിയൊക്കെ ഉണ്ടായി കൊടുക്കാണ്. ശേഷം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പനി ആയതുകൊണ്ട് തന്നെ വേദയുടെ കൂടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാണ് വിക്രം കേട്ടോ. വേദക്ക് അത് നല്ല ആശ്വാസമാവുന്നുണ്ട്. 2-3 ദിവസം വേദ പണിക്ക് വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ധ്രുവനാണെങ്കിൽ മേരി ചേച്ചിയുടെ ചോദിക്കേണ്ട, അല്ല കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നിരുന്നല്ലോ, എന്താ അവളുടെ പേര്? വേദ സർ. ആ പെൺകുട്ടി ഇപ്പൊ 2 ദിവസം കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? മേരി ചേച്ചി പറയണ്ട്, അവൾക്ക് തീരെ സുഖമില്ല, പനിയാണ്. കൊള്ളാലോ, ജോലി കിട്ടിയപ്പോ തന്നെ ലീവ് എടുക്കാൻ വേണ്ടി തുടങ്ങിയോ? അയ്യോ അല്ല സർ, ശരിക്കും പനിയായിട്ട് തന്നെയാണ്, അവൾക്ക് ഒട്ടും വയ്യ, ഞാൻ പോയി കണ്ടതായിരുന്നു. ഓ അങ്ങനെയാണോ? അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പാടില്ലായിരുന്നോ? അല്ല സർ, രാവിലെ തന്നെ കഞ്ഞിയും പയറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അവക്കിപ്പോ നല്ല സുഖം, കുഴപ്പമില്ല, നല്ല കുറവുണ്ട്. പിന്നെ 2 ദിവസം കഴിയുമ്പോ മാറുമെന്നാ പറഞ്ഞത്. നമ്മുടെ വൈദ്യരുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഓ ശരി ശരി, ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് നമ്മുടെ ധ്രുവൻ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കൂടുതൽ പണിയെടുക്കുക, പിന്നെ ഇന്ന് 5 മണി വരെ അല്ല 6 മണി വരെ പണിയെടുക്കണം എന്ന് പറയാണ്. അതിനുശേഷം ധ്രുവൻ പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ. ഈ വേദയ്ക്ക് എവിടെയാണോ നിൽക്കണത്? പതുക്കെ മേരി ചേച്ചിട്ട് ചോദിക്കാണ്ട്, അതെ ഈ വേദ എന്ന് പറഞ്ഞ പെണ്ണ് എവിടെയാ നിൽക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും മേരി പറയണ്ട്, അത് നമ്മൾ മുമ്പ് ആ ഒരു സ്ഥലം ഇല്ലേ സാറേ, ആ 12-ാം നമ്പർ വീട്, ആ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറയണോ? ഓ ആ വീടാണോ? ശരി ശരി, എന്താ സാറേ? ഒന്നുമില്ല, എവിടെയാണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ ധ്രുവൻ പറയുന്നുണ്ട്. അതിനുശേഷം ആരും അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ള ധ്രുവൻ എന്താ ചെയ്യാൻ വേദന അന്വേഷിച്ച് അവിടേക്ക് പോകുവാട്ടോ. ആ സമയത്ത് വിക്രം അവിടെ ഇല്ല. എന്തോ ആവശ്യത്തിന് പുറത്തു പോയ സമയത്ത് വേദ മാത്രമുള്ള, വേദന പനി ഏറെ കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ധ്രുവനാണെങ്കിൽ വാതിലിൽ മുട്ടുമ്പോ വേദ വിചാരിക്കും വിക്രമാന്ന് ചോദിക്കുമേ, ഇത്ര പെട്ടെന്ന് കടയിൽ പോയി വന്നോ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോ ധ്രുവനാണ് കേട്ടോ. ഒരു മാതിരി വേദന അടിമുടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദക്കാണെങ്കിൽ അയാളുടെ നോട്ടവും അയാളുടെ സംസാര രീതിയൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല. ശേഷം വേദന കൊണ്ട് ഏതൊക്കെയോ പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കേണ്ടത്, അതായത് അവിടെ ജോലിക്ക് കയറി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ ആണെന്ന് പറഞ്ഞിട്ടാണ് സൈൻ മേടിക്കുന്നത്. വേദയുടെ സൈനൊക്കെ കാണുമ്പോഴേക്കും ആ ധ്രുവന് സംശയം തോന്നുവാണ്. ഈ സൈൻ കണ്ടാൽ അറിയാം ഏതോ പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയുടെ സൈൻ ആണെന്ന്. അങ്ങനെ വേദനയെ കുറിച്ചുള്ള സംശയങ്ങൾ അയാൾക്ക് കൂടി വരുന്ന ഭാഗമാണ് നമ്മുടെ പ്രൊമോയില് കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.